ഇന്ന് നമുക്കൊരു മുസങ്കിനി താത്തയുടെ, താത്താന്ന് ഞാൻ വിളിക്കുന്നില്ല, ഒരു മുസങ്കിനി ചാച്ചിയുടെ, മുസ്ലിമും അല്ല സംഖ്യയുമല്ല, അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് മുസങ്കിനി എന്ന് വിളിക്കാം. അപ്പം ആ മുസങ്കിനി ചാച്ചിയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? അപ്പം കേട്ടല്ലോ, ഇതാണ് പാട്ട്. അപ്പം ചാച്ചിമാര് ആ പാട്ട് പാടാൻ ശ്രമിച്ചതാണ്. ആദ്യം പാടിയ കുട്ടി അല്പം തരക്കേടില്ലാതെയൊക്കെ പാടി. അപ്പം നമ്മുടെ TP സുൽഫത്ത് എന്ന് പറയുന്ന മുസങ്കിനി ചാച്ചി വലിയ ഗായികയാണ്, ലതാ മങ്കേഷ്കറാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ വിചാരം. പുള്ളിക്കാരിയെ പറ്റി പറയുന്നത് പുള്ളിക്കാരി മലപ്പുറത്തെ ഐശ്വര്യ റായി എന്നാണ്. ഐശ്വര്യ റായി തൂറുമ്പോൾ എങ്ങനെയാണ് കൊതമിരിക്കുന്നത്, അതുപോലെയാണ് പുള്ളിക്കാരിയുടെ മോന്ത. അപ്പം ആ മോന്ത കാണിച്ചിട്ട് പുള്ളിക്കാരി പറയുകയാണ്, ഞാൻ വലിയ സുന്ദരിയാണ്, നിങ്ങളെക്കായൊക്കെ നല്ല ഭേദമാണ് എൻ്റെ മോന്ത എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം സ്വയം മോന്ത നന്നായി എന്ന് സ്വയം പുകഴ്ത്തുന്ന TP സുൽഫത്ത് എന്ന മുസങ്കിനി ഐശ്വര്യ റായോടാണ് എനിക്ക് പറയാനുള്ളത്. നിൻ്റെ മോന്ത മാത്രമേ നല്ലതുള്ളൂ, അതോ ഇനി വേറെ എന്തെങ്കിലും നല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. എന്തായാലും നിൻ്റെ മോന്ത മറ്റുള്ളവരെക്കാളും നല്ലതാണ് എന്ന് നീ പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു പെണ്ണിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഇപ്പം മനസ്സിലാവുന്നു. ഇതിനു മുമ്പ് എന്നെ കാണാൻ നല്ലതാണ്, ഞാൻ സുന്ദരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജെറുസലേം റീന മാത്രമാണ്. അങ്ങനെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മുസങ്കിനി സുൽഫത്തും ആ വഴിയെ തന്നെയാണ് വെച്ച് പിടിക്കുന്നത്. അപ്പം എൻ്റെ മോന്ത നിങ്ങളെക്കാളും ഭേദമാണ് എന്ന് പറയുന്ന മുസങ്കിനി സുൽഫത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ മോന്ത കാണിച്ചിട്ടാണോ നിങ്ങൾ ഇവിടം വരെ എത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അപ്പം തിരൂരത്തെ ഐശ്വര്യ റായിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഐശ്വര്യ റായി തൂറാനിരിക്കുമ്പോൾ ഉള്ള ആ ഒരു കൊതത്തിൻ്റെ ഷേപ്പാണ് എന്നാണ് പൊതുവേ ഉള്ള സംസാരം. അപ്പം നിൻ്റെ പാട്ടൊക്കെ കേട്ടു. ആദ്യം വിചാരിച്ചു കഴുത കാറുന്ന പോലെ ഒരു സൗണ്ട് അല്ലേ എന്ന് സംശയിച്ചു, അതായത് കാളരാഗം. പിന്നീടാണ് മനസ്സിലായത് ഇത് ആട് കരയുന്ന പോലെ ഒരു സൗണ്ടാണെന്ന്. രണ്ടാമതും ഞാൻ കേട്ടു നോക്കി, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു സൗണ്ട് എനിക്ക് മനസ്സിലായത്. ഇത് കഴുത കരയുന്നത് പോലെയല്ല, അതുപോലെ നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും ആട് കരയുന്ന പോലെ എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അതായത് പാട്ട് പാടാൻ ഈ പുള്ളിക്കാരത്തിക്ക് ആഗ്രഹമുണ്ട്, അപ്പം ഈ ആഗ്രഹം കൊണ്ടാണ് പാടിയത്. പക്ഷേ ഈ പുള്ളിക്കാരത്തിയുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ സൗണ്ട് ആ ഒരു പാട്ടിനൊന്നും തന്നെയല്ല, ഒരു പാട്ടിനും മാച്ച് ആവില്ല. അത് സ്വയം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസങ്കിനി നന്നായിരിക്കും. ഇസ്ലാം എന്ന മതത്തിന് തന്നെ നീ ഒരു അപമാനമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം നീ ഒരു മുസ്ലിമായി ജനിച്ചിട്ടും നിനക്ക് സംഖ്യകളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥ. ഒരേ സമയം രണ്ട് മതത്തിൽ കാലൂന്നി സഞ്ചരിക്കുന്ന നിനക്ക് ഉള്ള പോലെ ഒരു ഗതികേട് നമുക്കിവിടെ ആർക്കും വന്നിട്ടില്ല. തിരൂരിൻ്റെ ഐശ്വര്യ റായി പാട്ട് പാടുന്നതിന് മുമ്പ് സ്വന്തം ഫോണിൽ അതൊന്ന് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് സ്വയം കേൾക്കുക, എന്നിട്ട് വേണം ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട്. മനസ്സിലായി? മൂട് താങ്ങാൻ കുറേ ആൾക്കാരുണ്ടെന്ന് കരുതി വിളയാടാൻ വന്നു കഴിഞ്ഞാൽ മോളെ താങ്ങൂല, നിൻ്റെ ട്രൗസർ കീറിപ്പോകും. അപ്പം ഇപ്പം കിട്ടിയ സ്ഥാനമാനങ്ങളൊക്കെ ഈ മുഖം കാണിച്ചിട്ടുണ്ടാക്കിയതാണോ അതോ ഇനി വേറെ വല്ലതും പറയണ്ടല്ലോ? മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. അപ്പം മുസങ്കിനി ചാച്ചി പറഞ്ഞ വിവരക്കേട് വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ എന്തായിരിക്കണം അവരുടെ വിവരവും സ്റ്റാൻഡേർഡ് എന്ന് മറ്റുള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്തായാലും നിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നീ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുഴപ്പമില്ലാതെ പാടാൻ അറിയുന്നവരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരം കഴുതരാഗങ്ങളെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കൂല. നിന്നെ സൂചിപ്പിക്കാനായിട്ട് ശാഖയിലെ കുണ്ടന്മാരെ ഇഷ്ടം പോലെ കാണും, പക്ഷെ നമ്മളെപ്പോലുള്ളവരെ അതിന് കിട്ടൂല. നീ അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഞാൻ എൻ്റേതായിട്ടുള്ള സത്യസന്ധമായ അഭിപ്രായമാണ് പറഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ മിണ്ടാണ്ടിരിക്കും. നിനക്ക് പാട്ട് പാടാൻ അറിയാൻ വയ്യാത്തതല്ല, നിനക്ക് പാട്ട് പാടണമെന്ന് നിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് നിനക്ക് പാട്ട് പാടാൻ അനുകൂലമായിട്ടുള്ളത് അനുയോജ്യമായിട്ടുള്ളത് അല്ല. അപ്പം മുസങ്കിനി ചാച്ചിയോട് എനിക്ക് പറയാനുള്ളത്, മേലാൽ ഇത്തരം സാഹസങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എന്ന് തന്നെയാണ്.